അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഡിസ്പ്ലേ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ അരിമുറുക്കാണ്. കുട്ടികൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സൂപ്പർ റെസിപ്പി തന്നെയാണിത്. നമ്മൾ ചായക്കൊക്കെ അടിയായിട്ട് ഉപയോഗിക്കുന്ന അരിമുറുക്കാണ്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കില്ലേ, അതേ രുചിയിൽ തന്നെയാണ് ഇവിടെ തയ്യാറാക്കുന്നത്. വളരെ സിമ്പിളും ഹെൽത്തിയുമായ അരിമുറുക്കാണിത്. എന്നാൽ നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ. ആദ്യമായി തന്നെ ഒരു ചീനച്ചട്ടി നമുക്ക് അടുപ്പിൽ ചൂടാക്കാൻ വയ്ക്കാം. അതിലേക്ക് 1/2 കപ്പ് ഉഴുന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊണ്ടിരിക്കുകയും വറുത്തെടുക്കുകയും ചെയ്യുന്നത്. നന്നായിട്ട് ചൂടായി പോകേണ്ട, ഒരു ചെറിയ മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഇനി അടുത്തതായിട്ട് അതിലേക്ക് ഒരു 2 ടീസ്പൂണ് പൊരികടലയാണ്, അല്ലെങ്കിൽ പൊട്ടുകടല, അത് നമുക്ക് ചേർത്ത് വറുത്തെടുക്കാം. ഇനി അതും നമുക്ക് മിക്സി ജാറിലേക്ക് ഇട്ട് പൊടിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അത് ചൂടാറിയതിന് ശേഷമാണ് പൊടിച്ചെടുക്കേണ്ടത്. ഇതപ്പം നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്, അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് തേങ്ങ ചിരവിയതാണ്. നമ്മളിവിടെ തേങ്ങാപ്പാലാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിന് 1 മൂടി തേങ്ങ ചിരവിയത് നമുക്ക് എടുക്കാം. ഇനി അത് നന്നായി അരച്ചെടുക്കാം. നമ്മളൊരു അരിപ്പയിൽ വെച്ചിട്ട് നമ്മൾ തേങ്ങ ചിരവിയത് അരിപ്പയിലേക്കിട്ട് അരച്ചെടുക്കാം. അപ്പോൾ തേങ്ങാപ്പാൽ വരുന്നതാണ്. നമ്മൾ ഒരു സ്പൂൺ ഉപയോഗിച്ച് ചെറുതായി ഇളക്കി കൊടുക്കുക, ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ തേങ്ങാപ്പാൽ നമുക്ക് കിട്ടും. അത് നമുക്കൊരു പാത്രത്തിലേക്ക് ആക്കി വെച്ച് അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ടൊരു പാത്രത്തിലേക്ക് നമുക്ക് 1/2 കിലോ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നമുക്ക് ചലിച്ചെടുക്കാം നന്നായിട്ട്. നമ്മളിങ്ങനെ ചലിക്കുന്നത് നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ഉഴുന്നും പൊരികടലയും കൂടി പൊടിച്ചത് നമുക്കിതിലേക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ചലിച്ചെടുക്കാം. ഇപ്പോൾ എല്ലാ ഭാഗത്തും നന്നായിട്ട് മിക്സായി വരുന്നതാണ്. ഇനി അടുത്തതായിട്ട് 1 സ്പൂൺ ജീരകമാണ്, അതും ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് 1 ടീസ്പൂണ് എള്ളാണ്, അതും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ ഓമമാണ്, 1 ടീസ്പൂൺ ഓമം. അടുത്തതായിട്ട് 2 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിന് ശേഷം നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തേക്ക് ആക്കണം വരെ നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് തേങ്ങാപ്പാലില്ലേ, അത് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇതാ ഇപ്പോൾ ഈ രൂപത്തിലായി കിട്ടിയിട്ടുണ്ട്. ചെറിയൊരു യെല്ലോ കളറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് നമ്മൾ ചപ്പാത്തി കുഴയ്ക്കുന്ന മാതിരി തന്നെ നമുക്ക് കുഴച്ചെടുക്കാം. ഒരു വലിയ ബോളൊക്കെ ആക്കിയ പോലെ നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന് സേവനാഴിയിലേക്ക് ഒരു ചെറിയ ചെറിയ ഉരുളകളായി എടുത്ത് നമുക്ക് സേവനാഴിയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ അതിന് ചില്ലെടുക്കേണ്ടത് മുറുക്കിൻ്റെ രൂപത്തിലുള്ള ചെറിയ ചെറിയ മുനകൾ പോലത്തെ സ്റ്റാർ പോലത്തെ ചിഹ്നം ഉണ്ടാവില്ല, അതുപോലത്തെ ചില്ലാണ് നമ്മൾ എടുക്കേണ്ടത്. അത് നമുക്കതിൽ മൂടി വയ്ക്കാം. ഇനി നമുക്ക് ഹോളുള്ളൊരു കയ്യിലാണ് ആവശ്യം. അതിലേക്ക് നമുക്ക് മുറുക്കാക്കി വയ്ക്കാം. ഇത് കണ്ടോ, ഇതുപോലെ നമുക്ക് ആക്കി വയ്ക്കാം. ആ കയ്യിലാണ് നമ്മൾ ആക്കുന്നത്. നമ്മൾ എങ്ങനെയാണോ മുറുക്കിൻ രൂപത്തിലെടുക്കുന്നത്, ഒരു വട്ട ഷേപ്പിൽ അങ്ങനെ അതിന്മേൽ ആക്കി വയ്ക്കാം. ഇതേപോലെ നമ്മൾ ഓരോ കയ്യിലാക്കി വെച്ചാൽ നമുക്കത് വറുത്തെടുക്കാൻ സിമ്പിളായിരിക്കും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നമുക്കിതുപോലെ പാത്രത്തിലും ആക്കി വയ്ക്കാം. ഇനി നമുക്കൊരു പാനിൽ എണ്ണ ചൂടാക്കാൻ വെച്ച് നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ കയ്യിലാക്കി വെച്ചില്ലേ, അത് അങ്ങോട്ട് നമുക്കതിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഇവിടെ മുറുക്ക് തയ്യാറാക്കാം. നമ്മൾ സേവനാഴിയിൽ ഡയറക്റ്റായിട്ട് ഈ എണ്ണയിലേക്ക് ഇടുന്നതിനേക്കാളും സിമ്പിളൊരു വഴിയാണ്. നല്ല ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലൊരു കയ്യിലോ പാത്രത്തിലൊക്കെ നമ്മളിങ്ങനെ മുറുക്കിൻ്റെ രൂപത്തിലാക്കി വെച്ചിട്ട് അങ്ങനെ നമ്മൾ എണ്ണയിലേക്ക് ഇടുന്നത്. അപ്പോൾ നല്ലൊരു രൂപത്തിൽ നല്ല ഭംഗിയിലും കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ മുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് മാറ്റി വയ്ക്കാം. ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ മാവും നമ്മൾ നേരത്തെ തയ്യാറാക്കിയ പോലെ തന്നെ ഇതുണ്ടോ, ഒരു കയ്യിലെടുത്തിട്ട് ഇതുപോലെ എടുത്ത് അതിലേക്ക് വെച്ച് കൊടുത്താലും മതി. അപ്പോൾ നല്ല ഭംഗിയിൽ നമുക്ക് മുറുക്ക് ഇവിടെ തയ്യാറായി കിട്ടും. നമ്മുടെ മുറുക്കൊക്കെ തയ്യാറായിട്ടുണ്ട്.
നമുക്കത് പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ഹെൽത്തിയും നല്ല ടേസ്റ്റിയുമായ അരി മുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ എന്ത് രുചിയാണോ അതേ രുചി തന്നെയാണ് ഇതിനും. നല്ല ഹെൽത്തിയാണ്, കുട്ടികൾക്കെല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് കൊടുത്തു നോക്കൂ, പാത്രം കാലിയാകുന്നേ അറിയില്ല, അത്രയ്ക്ക് രുചികരമായ സൂപ്പർ മുറുക്ക് തന്നെയാണിത്. അപ്പോൾ ഇതുപോലെ നിങ്ങളും ട്രൈ ചെയ്ത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യൂ. ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ ബൈ.